ഇന്നിപ്പോൾ അമ്മയും മക്കളും ഒക്കെ എന്തിനാണ് ഇങ്ങനെ ഇരിക്കണേന്ന് അറിയാമോ? ഇത് കാര്യം കാണാനുള്ള ഇരിപ്പാണേ. എന്തോ ഒരു സാധനം അടുക്കളയിൽ ഉണ്ടെന്ന് അറിഞ്ഞു, അങ്ങനെ അറിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ് അവർ കേട്ടോ. ഞാൻ പിന്നെ ഇവരെയൊക്കെ ഒന്ന് തടവി അവരെ കളിപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അവിടെ. ഇവർ അമ്മയും മക്കളൊന്നും എൻ്റെ വീട്ടിലല്ല കേട്ടോ, ഇവർ താഴത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി വന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലത്തതുപോലെ തന്നെ പാവങ്ങളാ. ഇപ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ വന്നിരിക്കുന്നതെന്ന് നോക്കിയാലോ. ദേ ഇന്നിപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതിൻ്റെ മണം പിടിച്ചിട്ടാണ് ഇവർ വന്നിരുന്നത്. ദേ വേള, പര, പിന്നെ മത്തി, അയല, അങ്ങനെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ഫ്രഷ് മീനാണേ. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് മീനൊക്കെ മുറിച്ചിട്ട് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ മുറിച്ചതേ കുറച്ച് മീനൊക്കെ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അതേ അതൊക്കെ റെഡിയാക്കി വന്നിട്ട് അടുത്ത ഞാൻ കുറച്ച് ക്യാബേജ് എടുത്തിട്ട് അരിഞ്ഞു. രാവിലെ ആയപ്പോൾ തന്നെ കറണ്ടും പോയി, ഇനിയിപ്പോൾ വൈകിട്ട് പ്രതീക്ഷിച്ചാൽ മതിയായിരിക്കും. അങ്ങനെ ഏകദേശം അതും ഒന്ന് റെഡിയാക്കി പൂച്ചക്കുട്ടന്മാരെയൊക്കെ ഒഴുക്കിയിട്ട് അടുപ്പിലേതാടത്തെ ചോറിന് ഏകദേശം ഒന്ന് വെന്ത് വരികയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം ചടപടി എന്ന് കഴിഞ്ഞിട്ട് ഇതേ അടുത്ത് ഞാൻ ചോറുണ്ണാൻ വേണ്ടിയിട്ട് എടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് കറി മത്തിക്കറിയും മത്തി പൊരിച്ചതും തോരനും പിന്നെ അച്ചാറും പുളിശ്ശേരിയും.